friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താർ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്. പഞ്ചസാര ഒട്ടും ആഡ് ചെയ്യാതെ എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ലാതെ ടേസ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള തരിക്കഞ്ഞി നമ്മുടെ റംസാൻ കാലത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിഭവമാണ്. നോമ്പ് തുറയ്ക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ഡ്രിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കുക. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ വെർമിസെല്ലി ഒന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട, എന്നാൽ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാത്രത്തിൽ തന്നെ വയ്ക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ കൂടുതൽ ഇതിരുന്ന് റോസ്റ്റായി പോകും. ഇനി ഒരു പാൻ എടുക്കുക. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് പാൽ, അതായത് 500 ml, 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് പാലെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഇതേ അളവിൽ 500 ml വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കണം. തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചൂടായി വരണം. പാലിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ട് ജസ്റ്റ് ഒരു പതയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച വെർമിസെല്ലിയും റവയും ആഡ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കട്ട പിടിച്ചോവും. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ന്യൂട്രീഷൻ, ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. ഇതിന് മുന്നേ തന്നെ ഞാൻ ഒരുപാട് ഹെൽത്തി റംസാൻ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കുക. നിങ്ങളൊന്ന് നോക്കുക. ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ആഡ് ചെയ്യുന്ന ഡേറ്റ്സ് ആണ്. ഇതൊരു 10 ഡേറ്റ്സ് 2 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ജാറിലിട്ട് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാം. ഇതൊരു ചെറിയൊരു മധുരം നമുക്ക് കിട്ടത്തുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഡേറ്റ്സിൻ്റെ എണ്ണം കൂട്ടണം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മഷി പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ പരുവത്തിന് നമുക്ക് കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ എണ്ണം കൂടുതൽ എടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെർമിസെല്ലിയൊക്കെ ഒന്ന് ജസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, എന്നാൽ കട്ടി പിടിച്ചു പോകും. ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ്സ് ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് ബ്രൗൺ കളറൊന്നും ആയി പോവില്ല, ജസ്റ്റ് ഒരു കളർ ചേഞ്ച് മാത്രമേ വരത്തുള്ളൂ. ഇനി നമ്മളിത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം അത് കുറച്ച് കട്ടിക്കായിരിക്കും ഡേറ്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇതിലൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പൊടിയോ അല്ലെങ്കിൽ ചതച്ചതോ എന്ത് വേണോ ആഡ് ചെയ്യാം. അതും അതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ചെറിയൊരു ഫ്ലേവർ മാത്രമേ കിട്ടത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ആഡ് ചെയ്ത റവയും വെർമിസെല്ലിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. റവയും വെർമിസെല്ലിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എന്നാലേ നമുക്കിത് കുടിക്കാൻ പാകത്തിന് ആകത്തുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കട്ടിയായി പോവും. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാൻ എടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ഒന്ന് ചൂടാവട്ടെ. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പക്ഷേ ഉള്ളി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് പകുതി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ടും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്ത് ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്യുന്ന അളവ് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്.
അപ്പോൾ നന്നായിട്ടെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തരി കഞ്ഞിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. ചൂടോടുകൂടി തന്നെ നമ്മളിത് സെർവ് ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 4 പേർക്ക് സെർവ് ചെയ്യാൻ വരും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 പേർക്കേ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാക്കി പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.